സ്വയം ഒന്ന് തിരിച്ചറിയേണ്ട കാലഘട്ടമാണിത്. കഴിവുകളെയും കുറവുകളെയും തിരിച്ചറിഞ്ഞ് മുന്നേറേണ്ട ഒരു കാലഘട്ടം. നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. വചനത്തിൽ ഇന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആടുകളുടെ ഇടയനാണ്. ആ ആടുകൾക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കാനാണ് വന്നതെന്നുള്ള ഈശോയുടെ വലിയ ബോധ്യം ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വ്യക്തമായിട്ട് അവൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നു. ആർക്കു വേണ്ടിയാണ് അവൻ ജീവൻ അർപ്പിക്കാൻ പോകുന്നതെന്ന് പോലും അവൻ അറിയാമായിരുന്നു. നോക്കിയേ, നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ആദ്യമായിട്ട് നമ്മുടെ ബലഹീനതകളും കുറവുകളും കഴിവുകളെയും കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിലാണ് നമ്മുടെയൊക്കെ ദൗത്യം അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബലഹീനതയുണ്ടെങ്കിൽ മാത്രമാണ്, നമുക്ക് ബലഹീനതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വരുമ്പോൾ മാത്രമാണ് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റുള്ളൂ. ചാർലി ചാപ്ലിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു വാക്കിങ്ങനെയാണ്: ആകാശത്തേക്ക് തലയുയർത്തി നോക്കുന്നവർക്കാണ് മഴവില്ല് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. സ്നേഹമുള്ളവരെ, തല താഴ്ത്ത് പരാജിതനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ജീവിതത്തിലെ ബലഹീനതകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്നവർക്ക്, ദൗത്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് ബോധ്യമില്ലാത്തവർക്ക്, അവർക്ക് ജീവിതത്തിൽ വിജയം കാണാൻ സാധിക്കുകയില്ലെന്ന് ഈ ചാർലി ചാപ്ലിൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കിയേ, നല്ല ഇടയനായ ഈശോയുടെ വാക്കുകൾ ജീവിതത്തിലെ പൂർണ്ണതയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ബലഹീനതകളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. ഒരു ഇടയനാവുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ലെന്നറിയാം. യഥാർത്ഥത്തിൽ ഇടയൻ ജീവിക്കുന്നത് ആടുകൾക്ക് വേണ്ടിയാണ്. ഇടയന് ആടുകളുടെ മുമ്പെയാണ് നടക്കുന്നതെങ്കിൽ യഥാർത്ഥ ഇടയൻ അങ്ങനെയാണ് നടക്കേണ്ടത്. അവന് വഴി അറിയണം, ശത്രുക്കളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം, അവൻ്റെ ജീവനേക്കാളും മറ്റുള്ളവരുടെ ജീവന് പ്രാധാന്യം കൊടുക്കുന്നവനായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഇടയനായിട്ട് തീരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം, ക്രിസ്തുവിനെ പോലെ ജീവിക്കാനായിട്ട്, സ്വന്തം ദൗത്യത്തെക്കുറിച്ചൊന്ന് തിരിച്ചറിയാനായിട്ട്, കഴിവുകളെയും ബലഹീനതകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ആകാശത്തേക്ക് തല ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് ജീവിതത്തിലെ നന്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. കുറവുകളെ മാത്രമല്ല നമ്മൾ നോക്കിയിരിക്കേണ്ടത്. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ആ കഴിവുകളിൽ മികവുറ്റവരായിക്കൊണ്ട് നമുക്ക് മുന്നേറാനായിട്ടൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.